ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു ചിക്കൻ പാർട്സ് വരട്ടിയതാണ് കാണിക്കുന്നത്. ചിക്കൻ പാർട്സ് പറയുമ്പോൾ എല്ലാതും ഇല്ല, അതിൽ മുട്ട മാത്രം ഏറ്റുമാണ് കറി വരട്ടിയെടുക്കുന്നത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ മൺചട്ടിയിലാണ് ചിക്കൻ പാർട്സ് വരട്ടിയെടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഉള്ളി നന്നായിട്ട് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെച്ച് കൊടുക്കുന്നത്. 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുകയാണ്. അപ്പോഴേക്കും ഇതാ ഉള്ളി നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സ്മെൽ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല, അതാണ് കുറച്ച് കൂടുതൽ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് കുരുമുളകിൻ്റെ അളവ് കുറച്ചെടുക്കാവുന്നതാണ്. ഇനി പൊടികളുടെ സ്മെൽ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്നായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട, കുറേശ്ശെ ഒഴിച്ചിട്ട് പാകത്തിന് ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 3/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കറി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇനി അതിലേക്ക് ചിക്കൻ പാർട്സ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ മുട്ട മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പാർട്സ് എല്ലാം ഉണ്ടെങ്കിലും ഇതുപോലെ തന്നെ വെക്കാവുന്നതാണ്. ഇനി മുട്ട ഉടയാത്ത വിധത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 7 മിനിറ്റ് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ലേശം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അത് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലിതാ കുറച്ചും കൂടി വെള്ളമുണ്ട്, അതും കൂടി ഒന്ന് വറ്റി കിട്ടണം. അപ്പോൾ ഞാൻ ഒന്നും കൂടി അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ ചിക്കൻ പാർട്സ് കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് വരാം.